ഇന്ന് 4 മണിക്ക് എന്താണ് കടി നോക്കാം നിങ്ങൾ. നല്ല പൂളിയും നല്ല ചമ്മന്തി ഉണ്ട് കേട്ടോ. നല്ലൊരു ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണത് അല്ലേ. ഇപ്പം നിങ്ങളിങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവും, ഇവനക്ക് എന്ത് പറ്റി, ഇവനിപ്പോൾ ഇത് കാണിച്ചു തരാൻ വന്നതാണോ? ഞാനിത് കാണിച്ചു തരാൻ വന്നതല്ല. പിന്നെ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ 3 തരം മനസ്സുണ്ട്. ആ മനസ്സിനെ കുറിച്ചിട്ട് പറയാൻ വന്നതാണ്. ഒന്നാമത്തെ മനസ്സ് നഫ്സുൽ അമ്മാറ. രണ്ടാമത്തെ മനസ്സ് നഫ്സുൽ ലവ്വാമ. മൂന്നാമത്തെ മനസ്സ് നഫ്സുൽ മുത്മഇന്ന. ഈ 3 മനസ്സിനും ഞാൻ ഖുർആനിൽ നിന്ന് നിങ്ങൾക്ക് തെളിവ് കാണിച്ചു തരാം. നിങ്ങളെൻ്റെ കൂടെ തന്നെ വരണം കേട്ടോ, എന്നാലേ നിങ്ങൾക്കിത് മനസ്സിലാവുള്ളൂ. ഒന്നാമത്തെ മനസ്സ് കേട്ടോളി, നഫ്സുൽ അമ്മാറ. തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സാണ് നഫ്സുൽ അമ്മാറ. മാത്രമല്ല ആ തെറ്റിൽ തന്നെ അങ്ങനെ നിലകൊള്ളുക. ചെയ്ത തെറ്റിനെ കുറിച്ചിട്ട് ഓർത്തിട്ട് ഒരു ഖേദവുമില്ലാത്ത മനസ്സാണ് നഫ്സുൽ അമ്മാറ. ഇപ്പൊ സകല ആളുകൾക്കും ഉള്ള ഒരു മനസ്സാണത്. ആ മനസ്സിലൂടെ നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല, ഒരു സന്തോഷം ഉണ്ടാവില്ല. ഇപ്പൊ ഒന്നാമത്തെ മനസ്സ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ, നഫ്സുൽ അമ്മാറ. വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ഇന്ന നഫ്സുല്ല അമ്മാറത്തും ബിസൂ. തീർച്ചയായും മനസ്സ് തിന്മക്ക് കൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു, പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി രണ്ടാമത്തെ മനസ്സ് നഫ്സുൽ ലവ്വാമ, കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന മനസ്സ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, വലാ ഉഖ്സിമു ബിൻ നഫ്സിൽ ലവ്വാമ. കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന മനസ്സുകൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു. എന്താണ് ആ മനസ്സ്? നമ്മൾ എത്ര നന്മ ചെയ്താലും ഇതൊന്നും പോരല്ലോ, ഇത്രയൊന്നും പോരല്ലോ എന്ന് തോന്നുക. മാത്രമല്ല ചെയ്തു പോയ തെറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു ഖേദവും. അത് നല്ല മനസ്സാണ്. ഞാൻ വലിയ ആളായെന്ന് എനിക്ക് തോന്നൂല. നഫ്സുൽ ലവ്വാമ എന്ന മനസ്സുണ്ടെങ്കിൽ. മാത്രമല്ല ഹസൻ ബസരി റളിയല്ലാഹു അൻഹു പറയാണ്, ചെയ്തു പോയ തെറ്റുകളെ കുറിച്ചിട്ടോർത്ത് വിഷമിക്കൽ സത്യവിശ്വാസിയുടെ മനസ്സിൻ്റെ അടയാളമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ചെയ്തു പോയ തെറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു ഖേദവും കൂടുതൽ നന്മ ചെയ്യാൻ കഴിയാത്തതിലുള്ള ഒരു വിഷമവുമാണ് നഫ്സുൽ ലവ്വാമയുടെ അടയാളങ്ങൾ. അതുണ്ടാവല്, ആ മനസ്സുണ്ടാവല് നല്ലതാണ്. ഇനി മൂന്നാമത്തെ മനസ്സ് നഫ്സുൽ മുത്മഇന്ന, ശാന്തത പ്രാപിച്ച മനസ്സ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. തീർച്ചയായും ദൈവസ്മരണകളിലൂടെയാണ് ഹൃദയങ്ങൾ ശാന്തമാകുന്നത്. അപ്പോൾ നഫ്സുൽ അമ്മാറയിൽ നിന്ന് നമ്മൾ നഫ്സുൽ ലവ്വാമയിൽ എത്തിപ്പെടണം. പിന്നെ നഫ്സുൽ ലവ്വാമയിൽ നിന്ന് നഫ്സുൽ മുത്മഇന്നയിലേക്ക് നമ്മൾ എത്തിപ്പെടണം. അങ്ങനെ എത്തിപ്പെട്ടാൽ നമ്മൾ മരിക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള ഒരു വിളിവാളം ഉണ്ടാവും. അതേതാണ്? യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, ഓ സന്തോഷമടഞ്ഞ ആത്മാവേ, ഇർജിഇ, നീ മടങ്ങണം, ഇലാ റബ്ബിക, നിന്റെ റബ്ബിലേക്ക്, റാളിയതൻ മർളിയ, തൃപ്തിപ്പെട്ടവനായ നിലക്ക്, ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അങ്ങനെ അള്ളാഹുവിൻ്റെ ഒരു സന്തോഷമുള്ള ഒരു അടിമയായിട്ട് നീ എന്ത് ചെയ്യണം? സ്വർഗത്തിലേക്ക് പ്രവേശിക്കണമെന്ന് അള്ളാഹുവിൻ്റെ മലക്കുകൾ നീ മരിച്ചാ വിളിച്ചു പറയടോ.